ഓൾ എല്ലാവർക്കും BVC ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസി ടൈമിലുള്ള കെയർ, അതുപോലെ പോസ്റ്റ് നേറ്റൽ പ്രഗ്നൻസിക്ക് ശേഷമുള്ള കെയർ, അതുപോലെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നീ 3 വിഷയങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ചിലപ്പം സെക്കൻഡ് പാർട്ട് ഉണ്ടായേക്കാം, ചിലപ്പോൾ ഞാൻ ഒരു പാർട്ടിൽ തന്നെ വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പം എന്തായാലും നിങ്ങൾ മുഴുവൻ വീഡിയോ കാണുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനിയും തുടർന്നും ഉണ്ടാവണം. നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ളൊരു വിഷയമാണ് ഈ 3 കാര്യങ്ങളെ കുറിച്ചിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി എൻ്റെ പ്രഗ്നൻസി ജേർണിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കംപ്ലീറ്റ്ലി ഒരു വെൽനസ്, പ്രഗ്നൻസി വെൽനസിനെ കുറിച്ചിട്ടും ആ ഒരു കെയർ എങ്ങനെയൊക്കെ എടുത്തു, എൻ്റെ കേസിൽ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതും, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് പാർട്ടത്തെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതുവരെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള, വളരെ നമ്മൾ കെയർ എടുക്കേണ്ട ഒരു ടൈം തന്നെയാണ് പ്രഗ്നൻസി, ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി അല്ലേ. ഒരിക്കലും പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഒരു ചേഞ്ചസ് ഉള്ള സമയം മാത്രമല്ല, നമ്മൾ മെന്റലി ആണെങ്കിലും നമുക്ക് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നൊരു ടൈമാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പം ഇനി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി അതൊക്കെ പറഞ്ഞതാണ്, ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ അതിൽ പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എടുത്തിട്ടുള്ള ഒരു എന്താ പറയുക ഫിസിക്കൽ ആൻഡ് മെന്റൽ കെയറിനെ കുറിച്ചിട്ടാണ്. എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഉൾപ്പെടുത്താത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിലെ കെയർ എന്ന് പറയുന്നത്, ഞാൻ 7th മന്ത് വരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ അമ്മ ഇല്ല, വേറെ ലേഡീസ് ഒന്നും തന്നെ ഇല്ല. ഞാനും ഹസ്ബൻഡിൻ്റെ ഫാദറും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും വലിയ ധാരണയൊന്നും ഈ വിഷയത്തിലില്ലായിരുന്നു. അപ്പോൾ കെയർ എന്നൊന്നും പറഞ്ഞിട്ട് പ്രത്യേക അങ്ങനത്തെ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, നമ്മൾ പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ 2 പേര് കഴിക്കുന്ന ഫുഡ് കഴിക്കണം, ഒരുപാട് ഫുഡ് കഴിക്കണം, ഒരുപാട് വെള്ളം കുടിക്കണം എന്നൊക്കെ പൊതുവെ കേൾക്കുന്നതാണ്. പക്ഷെ സത്യസന്ധമായിട്ട് പറയാണ്, എനിക്ക് വേണ്ട ഫുഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ ചുരുക്കി പറയാണ്, ഞാൻ ഒത്തിരി ഭയങ്കര വലുതാക്കി പറയുന്നില്ല. എനിക്ക് വേണ്ട ഫുഡ് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ത്രൂ ഔട്ട് പ്രഗ്നൻസി ആണ് പറയുന്നത് കേട്ടോ. അല്ലാതെ എനിക്ക് വോമിറ്റിംഗ് ഉള്ള സമയത്തൊക്കെ പറയുമായിരുന്നു 6 നേരം ഭക്ഷണം കഴിക്കണം, സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം എന്നൊക്കെ. പക്ഷെ എനിക്കത് പറ്റില്ലായിരുന്നു, എനിക്കതെന്തോ അങ്ങനെ പറ്റില്ല. എനിക്ക് കഴിക്കുമ്പം അത്യാവശ്യം നന്നായിട്ട് കഴിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം എന്നത്തെയും പോലെ ഒരു 3 നേരം 4 നേരം ഒക്കെ ആയിരുന്നു എൻ്റെ ഫുഡ് ഉണ്ടായിരുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ 6 നേരം അല്ലെങ്കിൽ 2 പേർക്ക് കഴിക്കുന്ന ഭക്ഷണമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആവശ്യവുമില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പം എൻ്റെ ബേബിക്കാണെങ്കിലും 3.6 വെയിറ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വെയിറ്റ് ആണ്. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പം വയറ് വലിയൊരു സൈസൊന്നും ഇല്ലായിരുന്നു. അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നത് അതും നമ്മുടെ ബേബിയുടെ ഗ്രോത്തും ഹെൽത്തുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അതും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് പൊതുവേ എൻ്റെ ബം സൈസൊക്കെ കുറവായിരുന്നു. അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു മേ ബി ഇതുപോലെ കുട്ടിക്ക് വെയിറ്റ് ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കണം എന്നൊക്കെ. പക്ഷേ ഞാനത് ഫോളോ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല, ദൈവം സഹായിച്ച്. അപ്പം അത് എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാൻ, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചോദിക്കാം ഞാൻ എന്തൊക്കെ ഹെൽത്തി ഫുഡാണ് കഴിച്ചിട്ടുള്ളതെന്നുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. എനിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നല്ല നട്ട്സ് കാര്യങ്ങൾ, ആൽമണ്ട്സ് ആയിക്കോട്ടെ, വാൾനട്ട്സ്, കാഷ്യൂ നട്ട്സ് എല്ലാം ഞാൻ റേസിൻസ് ഒക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് റിലേറ്റീവ്സ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ അവർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു 90% ഇപ്പോഴും ബാക്കി ഇരിക്കുന്നുണ്ട്. കാരണം എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു വോമിറ്റിംഗ് കാരണം. അപ്പോൾ കഴിച്ചാൽ നല്ലതാണ്, ഒരിക്കലും നല്ലതല്ല എന്നല്ല പറയണേ. വാൾനട്ട്സ്, പ്രത്യേകിച്ച് ആൽമണ്ട്സും ഫിഗ് കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് കുട്ടിയുടെ ഹെൽത്തിന്. പക്ഷെ എനിക്ക് ആ സമയത്ത് വോമിറ്റിംഗ് കാരണം കഴിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ചെങ്ങാണ്ട് ടൈമിൽ വോമിറ്റിംഗ് ഒന്ന് അടങ്ങിയപ്പം കുറച്ച് കഴിച്ചിട്ടുണ്ട്, പക്ഷെ അല്ലാതെ കഴിച്ചിട്ടില്ല.
പിന്നെ ഞാൻ പിന്നെ പറയുന്നൊരു കാര്യമാണ് ഈ നോൺ വെജ്, ചിക്കൻ, എഗ്ഗ് ഒക്കെ നന്നായിട്ട് കഴിക്കണം എന്ന് പറയും. എഗ്ഗ് അതുപോലെ ഫിഷ് ഒക്കെ കഴിക്കണം നന്നായിട്ട്. അത് പൊതുവേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതാണല്ലോ, റിലേറ്റീവ്സ് ഒക്കെ അത് പറയുമായിരുന്നു. പക്ഷെ എനിക്ക് നോൺ വെജിനോട് ഭയങ്കര അവേർഷനായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നോൺ വെജും അങ്ങനെ ഒരു 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 ലോങ് ടൈമിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കത് കഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ധാരാളമായിട്ട് കഴിച്ചോളൂ. അതിന് വേണ്ട ഒരുപാട് കാൽസ്യം ആണെങ്കിലും omega-3 ഫാറ്റി ആസിഡ്സ്, ഫിഷൊക്കെ അതിൻ്റെ ഒരു സോഴ്സ് ആണല്ലോ. അപ്പം നമുക്ക് ഒരുപാട് ബേബി ഡെവലപ്മെൻറ്റ്സിന് വേണ്ട, നമ്മുടെ ഹെൽത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കഴിക്കുക. ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പാല് അതുപോലെ കഴിക്കണം എന്നും കേട്ടിട്ടുണ്ട്, കഴിക്കേണ്ടെന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ നല്ല പാല്, പശുവും പാല് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോളൂ. എനിക്ക് പശുവും പാൽ അങ്ങനെ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്ചറൈസ്ഡ് മിൽക്കാണ് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ഞാൻ ത്രൂ ഔട്ട് പ്രഗ്നൻസി കുടിച്ചത്. എനിക്ക് പശുവും പാലും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ, നിങ്ങൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് തന്നെ ഫോളോ ചെയ്യുക. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ എന്താ പറയുക, അല്ലാതെ രണ്ടുപേര് കഴിക്കണം, ഫുഡ് കഴിക്കണം, 10 നേരം കഴിക്കണം, അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ കഴിച്ചോളൂ. പക്ഷേ എന്താ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്യും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു വെയിറ്റിലേക്ക് വരും. ഈവൻ ഡെലിവറി കഴിഞ്ഞാലും നമ്മൾ ഭയങ്കര വണ്ണം വെച്ചിരിക്കും എന്നല്ലാതെ വേറെ കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഗെയിൻ ചെയ്ത വെയിറ്റ് എന്ന് പറയുന്നത് 10 kg ആണ്. 10 kg ആണ് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് എനിക്ക് ഈ വയറ് കുറവായതുകൊണ്ട് ഞാൻ ഒത്തിരി പേരോട്, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു നിങ്ങൾ എത്ര. അപ്പോൾ അവരൊക്കെ പറയുമായിരുന്നു 15 kg 20 kg എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് അതും ഒരു കൺസേൺ ആയിരുന്നു. ഓക്കെ, ഞാൻ ഇത്രയേ ഉള്ളൂ കൂടുന്നുള്ളൂ. പിന്നെ ഞാൻ ലാസ്റ്റ് ടൈമിൽ നോക്കുമ്പോൾ പോലും എനിക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടായിരുന്നു എൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത്. എന്താ പറയുക, ഒരു 2 മാസത്തോളം ഏകദേശം ഒരേ ലെവലിൽ തന്നെ വെയിറ്റ് നിന്നു. വലിയ ഗെയിനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് കൂടി, എങ്ങനെ പോയാലും മാക്സിമം ഒരു 10 kg വെയിറ്റ് ആണ് എനിക്ക് ആകെ കൂടെ ഗെയിൻ ചെയ്തത്. അത് നന്നായി എന്ന് വിചാരിക്കുന്നു. കാരണം എനിക്കിപ്പം എൻ്റെ ഡ്രസ്സുകളൊക്കെ പാകമാണ്. എന്ന് വെച്ചാൽ ഞാൻ മെലിഞ്ഞു എന്നല്ല കേട്ടോ ഞാൻ പറയണേ. എൻ്റെ ഒരു നോർമൽ വെയിറ്റ് തന്നെയാണ് എനിക്ക് അപ്പോഴും ഇപ്പോഴും ഉള്ളത്. കുറച്ചൊക്കെ വണ്ണം വെച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നാം മുഖം ഒക്കെ കാണുമ്പം. പക്ഷെ എൻ്റെ ഡ്രസ്സുകളൊക്കെ എനിക്ക് പാകമാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ഡിസ്കംഫേർട്ടൊന്നും ഇല്ല എൻ്റെ വെയിറ്റിനെ കുറിച്ച് ഓർത്തിട്ടൊന്നും. ഈവൻ പ്രഗ്നൻസി ടൈമിലും അതിന് മുമ്പും ഒക്കെ എനിക്ക് എൻ്റെ ഡ്രസ്സുകൾ ഓൾമോസ്റ്റ് ഇടാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ കൂടെ ഇത് ഒരു പഴയ ഡ്രസ്സാണ്. അപ്പോൾ ഇത് ഞാൻ ഇട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പ്രഗ്നൻസി കെയർ എന്ന് പറയുന്നത്. പിന്നെ മെൻ്റൽ കെയർ, ഇപ്പം ഞാൻ പറഞ്ഞത് ഫിസിക്കലി നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെയാണ്. ഫിസിക്കലി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്തത്. അല്ലാതെ വേറെ ഞാൻ ഈ പറയുന്ന പോലെയുള്ള എനിക്ക് അങ്ങനത്തെ കെയർ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഇതുപോലെ ലാസ്റ്റ് ട്രൈമസ്റ്റർ ആയപ്പോഴാണ് മുട്ടയും നേന്ത്രപ്പഴവും ഒക്കെ കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോഴേക്ക് പിന്നെ ഞാൻ കുറച്ച് നോൺ വെജൊക്കെ ലൈറ്റായിട്ടൊക്കെ കഴിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് മെജോറിറ്റി അതിനോടൊക്കെ വെറുപ്പായിരുന്നു. ഒരു ടേസ്റ്റ് അങ്ങനെ വലിയൊരു ഇഷ്ടം ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എനിക്ക് വെജിറ്റേറിയൻ ഫുഡിനോടായിരുന്നു താല്പര്യം. ഈവൻ ഡെലിവറി കഴിഞ്ഞപ്പോഴും എനിക്ക് അങ്ങനെ നോൺ വെജിനോട് ഭയങ്കര ക്രേവിങ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് പൊതുവേ അതെന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ. അതൊരു കേസ്. പിന്നെ മെൻ്റൽ കെയർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ മുമ്പ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒത്തിരി ഒന്നും ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഷോർട്ടായിട്ട് നമുക്ക് പോസ്റ്റ്പാർട്ടം എന്ന് പറഞ്ഞിട്ടുള്ള എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുള്ള ആ ഒരു ടോപ്പിക്കിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിലുള്ള നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ ഡെലിവറിയിലേക്കും നമ്മളെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം മെൻ്റൽ ഹെൽത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി ആണെങ്കിലും നമ്മുടെ മൈൻഡ്, നമ്മുടെ ഹോർമോൺസ് ഒക്കെ വളരെ ഒരു ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ടൈം പീരീഡാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും. മൂഡ് സ്വിങ്സ് ഉണ്ടാവും. നമുക്ക് ഒരുപാട് ഫിസിക്കലി ഉള്ള ചേഞ്ചസ് ഉണ്ടാവും. മെൻ്റലി ഉള്ള ഒരുപാട് ട്രോമാസ് എല്ലാം ഒക്കെ ഉണ്ടാവും. എൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് അങ്ങനെ എൻ്റെ ഇമോഷൻസൊക്കെ ഞാൻ എൻ്റെ കൺട്രോളിൽ തന്നെയാണ് കേട്ടോ. അല്ലാതെ എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ ബാധിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല.
ഒട്ടുമിക്ക ദേഷ്യമാണേലും സങ്കടമാണേലും സന്തോഷമാണേലും ഒക്കെ കുറേയൊക്കെ അത് ഞാൻ പറയുന്നത് എൻ്റെ മറ്റ് പല പ്രാക്ടീസസ് കൊണ്ടും ഞാൻ മുമ്പും പല വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്പിരിച്വലി ഉള്ള പ്രാക്ടീസസ് കൊണ്ടൊക്കെ ഞാൻ അങ്ങനെ ആയതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രഗ്നൻസി ടൈമിലും എന്താ പറയുക പല കാര്യങ്ങളും എന്നെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് എന്നെ ബാധിച്ചിട്ടില്ല. ഇനി അഥവാ എനിക്ക് കൺട്രോൾ കിട്ടാത്ത കേസസ് ഒക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചില ഇൻസിഡൻസ് ഒക്കെ നമുക്ക് നമ്മുടെ കൺട്രോളുള്ളതല്ലല്ലോ. അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉറപ്പായിട്ടും. മനുഷ്യനാണല്ലോ നമ്മുടെയൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അബ്സോർവ് ചെയ്യാതെ എൻ്റെ ലൈഫിനെ ബാധിക്കാതെ പർപ്പസ്ഫുള്ളി ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. എനിക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ പറയുമല്ലോ പൊതുവെ നമ്മുടെ നമുക്ക് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ കൺട്രോളിലല്ല. പക്ഷെ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. നമ്മൾ കൊടുക്കുന്ന റിയാക്ഷൻസ്, നമ്മൾ അതിന് എത്ര ഇമോഷൻസ് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലാണെന്ന് പറയുമായിരുന്നു. അപ്പോൾ ചില 1-2 ഇൻസിഡൻസ് ഒക്കെ എന്നെ വളരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ല, കംപ്ലീറ്റ്ലി പേഴ്സണൽ കാര്യമാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ മാനസിക അവസ്ഥയെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ബാധിക്കാതെ മാറ്റി നിർത്താൻ, ആ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് പക്ഷേ എല്ലാവർക്കും സാധിച്ചൊന്നും വരില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ചിലപ്പം ഒരുപാട് ടൈം എടുക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ ഒന്ന് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാം. പാട്ട് കേൾക്കാം, നിങ്ങൾക്ക് ചെറിയ ചെറിയ ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു പരിധി വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രാണായാമത്തെക്കാളും ഞാൻ കണ്ടിന്യൂ ചെയ്തത് പ്രയറാണ്. എനിക്കത് എപ്പോഴും എൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ആയിരുന്നു ത്രൂ ഔട്ട്. അത് ഞാൻ പ്രഗ്നൻസിയിൽ മാത്രമല്ല പൊതുവെ അങ്ങനെ തന്നെയാണ് എൻ്റെ കേസിൽ. അപ്പോൾ പ്രയർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ഥിരം പോകുന്ന അമ്പലങ്ങൾ, 8ാം മാസം വരെ അമ്പലത്തിൽ പോവാം. 8 പിറക്കുക എന്നാണ്. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ കാണുക. പിന്നെ അതുവരേക്കും അമ്പലത്തിൽ പോകാൻ പറ്റിയത് കൊണ്ട് തന്നെ എനിക്കത് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ആക്റ്റീവ് ആയിരിക്കാൻ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഞാൻ സ്ഥിരം പോകുമായിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക മെഡിക്കൽ ഹെൽപ്പ് എടുക്കാം, കൗൺസിലിംഗ് എടുക്കാം. പിന്നെ കുറച്ച് യോഗ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെയുള്ള പ്രാക്ടീസസൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പം ഒരുപാട് നമ്മുടെ എന്താ പറയുക വീഡിയോസ് ആണെങ്കിലും കാര്യമാണെങ്കിലും നമുക്ക് പുറത്ത് പോയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെയുള്ള സെഷൻസൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ എടുക്കാം. ഇത് നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ എസ്പെഷ്യലി ഹസ്ബൻഡ് പ്രഗ്നൻസി ടൈമിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നിങ്ങൾ തന്നെ അത് ആഗ്രഹിക്കുന്നത് അതായിരിക്കും. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പ്രസൻസ്, അവർ കൂടെ ഉണ്ടാവണം, അവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ഡിമാൻഡ് ചെയ്യാം. നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയുള്ള ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. കാരണം നമ്മൾ പ്രഗ്നൻസി ആ ടൈമിൽ നമുക്ക് പുറത്തേക്കുള്ള എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉള്ള ചാൻസസും സൗകര്യങ്ങളും ഒക്കെ കുറവാണ്. നമ്മൾ ഹെൽത്ത് വൈസ് ചിലപ്പോൾ വീക്കായിരിക്കും, ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലി ടൈം നിങ്ങൾ കൂടുതലെടുക്കാം. ധൈര്യമായിട്ട് അവരോട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എഴുതാം, ജേർണലിംഗ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ മെൻ്റലി ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും ഒരു കാരണം കൊണ്ടും സ്ട്രെസ്ഫുൾ ആവാതിരിക്കുക. കാരണം നമ്മുടെ പ്രഗ്നൻസി ടൈമിലുള്ള മെൻ്റൽ ഹെൽത്ത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കുമെന്ന് റിസർച്ചസ് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മളൊരു ലൈഫാണ് നമ്മുടെ ഉള്ളിലുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ക്യാരി ചെയ്യുന്നത് ഒരു പുതിയ ജീവനാണ്. അപ്പം ആ കുട്ടിയോട് നമ്മൾ ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാം, ഒരുപാട് പ്രോബ്ലംസ് വരാം, അവിടുന്ന് ഇവിടുന്നൊക്കെ വരാം.
പക്ഷേ അതിനോട് എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണോ റിയാക്ട് ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനനുസരിച്ച് ചുമ്മാ ദേഷ്യപ്പെടും ഒക്കെ നമുക്ക് തോന്നാം, ദേഷ്യപ്പെടാനും കരയാനും ഒക്കെ തോന്നാം. പക്ഷേ ദേഷ്യപ്പെടുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മുടെ ആവശ്യമില്ലാത്ത ഹോർമോൺസ് പ്രൊഡ്യൂസ് ആവും, നമ്മളുടെ കാര്യങ്ങൾ തന്നെയാണ് വീക്ക് ആവുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ മാക്സിമം കുറയ്ക്കുക. നല്ല ഹാപ്പി ഹോർമോൺസ്, ഓക്സിറ്റോസിൻ പോലെയുള്ള ഹാപ്പി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കുട്ടിയിലേക്ക് വരും. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു കൊച്ചിൻ്റെ ഫസ്റ്റ് ഡെവലപ്പ് ആവുന്ന ഓർഗൻ എന്ന് പറയുന്നത് ഇയേഴ്സ് ആണ്, ചെവിയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പറയുന്നതും കേൾക്കുന്നതും ചുമ്മാ വഴക്കുണ്ടാക്കി അലമുണ്ടാക്കി ഇരിക്കാതിരിക്കുക. മാക്സിമം ഹാപ്പി ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ പാട്ടുകൾ കേൾക്കുക, നല്ല ആൾക്കാരുമായിട്ടുള്ള മിങ്കിൾ ചെയ്യുക. അങ്ങനെ ഒക്കെ ചെയ്താൽ തന്നെ മതി. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഈ വീടിനകത്ത് തന്നെ ഇരുന്ന് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. മീ ടൈം കിട്ടുമെങ്കിലും നമുക്ക് എനർജി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ വീക്കായിരിക്കും എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫ്രണ്ട്സുമായിട്ടൊക്കെ വിളിക്കുക, സംസാരിക്കുക, നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ ഷെയർ ചെയ്യുക. അതൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഈ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് കെയർ ഡ്യൂറിങ് പ്രഗ്നൻസി പറയാനുള്ളത്. ഇതൊക്കെയായിരുന്നു എൻ്റെ കേസുകളും. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ പോസ്റ്റ് നേറ്റൽ കെയറിലേക്ക് പോകാം. അടുത്തത് പോസ്റ്റ് നേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ പ്രസവത്തിന് ശേഷമുള്ള കെയർ ആണ്. അപ്പോൾ എൻ്റെ ഡെലിവറി സി സെക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇതും ഞാൻ ഒത്തിരി ഒന്നും എനിക്ക് പറയാനില്ല. സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് പോസ്റ്റ് നാറ്റൽ കെയറിനെ കുറിച്ച് പറയാനൊന്നും വലിയ ധാരണയോ ഗ്രാഹ്യമോ ഒന്നും തന്നെ ഇല്ല. എന്നാലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അതും 100% ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. എൻ്റെ അമ്മ എൻ്റെ ഡെലിവറി ടൈമിലാണ് എൻ്റെ അമ്മയ്ക്കും ഒരു മേജർ സർജറി കഴിഞ്ഞത്. എൻ്റെ ലൈഫിൽ ഏറ്റവും എൻ്റെ കെയർ ടേക്കർ എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മ ഇങ്ങനത്തെ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളിലുള്ള എന്താ പറയുക ശ്രദ്ധ എന്നൊക്കെ പറയുന്നത് എനിക്ക് അറിയില്ല അത് എത്രത്തോളം കറക്റ്റായിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ. വീട്ടിൽ സഹായത്തിനൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എൻ്റെ കാര്യവും അമ്മയുടെ കാര്യവും ഒക്കെ നന്ന ഭംഗിയായിട്ട് വീട്ടിലെ കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അമ്മ എന്ന് പറയുന്നത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ഏറ്റവും വേണ്ട ടൈമിലാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. പക്ഷേ എല്ലാം നമുക്ക് ഫേസ് ചെയ്യാനുള്ള ധൈര്യം ദൈവം തരും എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്കത് വലിയൊരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോഴാണേലും എല്ലാം ഓവർകം ചെയ്യാൻ പറ്റി എന്ന് തോന്നുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ചെയ്യുന്ന പോസ്റ്റ് നേറ്റൽ കെയർ ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് അറിയില്ല. അമ്മ ആക്ച്വലി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പം അമ്മ കറക്റ്റായിട്ട് ഇതെല്ലാം എനിക്ക് പറഞ്ഞ് തരേണ്ട ആളാണ്. പക്ഷെ അമ്മയ്ക്കിപ്പം ഇങ്ങനെ വീക്കായതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ടുള്ള ചേച്ചിയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇനി എന്തൊക്കെ കെയറാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയാം. ഫസ്റ്റ് 5 days ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അവിടുന്ന് എനിക്ക് പ്രത്യേകിച്ച് കെയർ ഒന്നും തന്നെ ഇല്ല. കാരണം കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇഞ്ചെക്ഷൻസ്, ട്രിപ്പ് കാര്യങ്ങളുമായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫുൾ കിടത്തം തന്നെയായിരുന്നു. സ്റ്റിച്ചിൻ്റെ പെയിന്, ചുമ, അതൊക്കെ ഞാൻ പറഞ്ഞതാണ്, ഓൾറെഡി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ മെഡിസിൻ, ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന മെഡിസിൻ, പെയിൻ കില്ലേഴ്സ്, ഇഞ്ചെക്ഷൻസ്, ട്രിപ്പ്, ആൻറ്റിബയോട്ടിക്സ്, പിന്നെ ഗ്യാസ് ട്രബിളിനുള്ള മരുന്നുകൾ, സിറപ്സ്, ഇതൊക്കെയായിരുന്നു എൻ്റെ മെഡിസിൻ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അവിടുത്തെ ഒരു ആൻറ്റി ഉണ്ട്. അവർ വന്നിട്ട് മേലൊക്കെ തുടച്ച് തരും, ക്ലീൻ ചെയ്യും. പിന്നെ സിസ്റ്റേഴ്സ് വന്ന് ഡ്രസ്സ് ചെയ്യും, മരുന്നൊക്കെ ഇട്ടിട്ട് അവർ പോവും. അത്രയൊക്കെയായിരുന്നു. നോർമൽ ഒരു റൂട്ടീനായിരുന്നു. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം സി സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ പറയാറുള്ളത് 15 days കഴിയണം. നമ്മൾ മേജറായിട്ടുള്ള ഇപ്പം കഷായങ്ങളും തൈലങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുളി, വേദകുളി, അതുപോലെ വയറ് കെട്ടലൊക്കെ 15 days കഴിയണം എന്നാണ് പറയാറുള്ളത്.
എനിക്ക് ലൈറ്റായിട്ട് എന്നാൽ 15 days ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് തന്നെ, അതായത് ഒരു 7th 8th ഡേ തൊട്ടിട്ട് തന്നെ എനിക്ക് തൈലം തേച്ചിട്ടുള്ള കുടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈറ്റായിട്ട് കേട്ടോ, ഭയങ്കരമായിട്ടൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൈലം എന്ന് പറയുന്നത് ധന്വന്തരം തൈലമാണ്. ധന്വന്തരം തൈലം അതിട്ടിട്ടായിരുന്നു കുറേ ദിവസം, ഒരു 15 വരെയും ഈ തൈലം തേച്ചിട്ട് കുളിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ സ്റ്റിച്ചുള്ള ഏരിയ ടച്ച് ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അവിടെ ഒന്നും തന്നെ ഇല്ല, തൈലമോ ചൂടുവെള്ളമോ ഒന്നും തന്നെ ഇനീഷ്യൽ ഡേയ്സിൽ നമ്മൾ ഉണ്ടായിരുന്നില്ല. അല്ലാതെ കയ്യിലും കാലിലും മേലും പുറത്തും നടുവിനൊക്കെ തൈലം തേച്ചിട്ടാണ് കുളിച്ചുകൊണ്ടിരുന്നത്, ധന്വന്തരം തൈലം. അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ തന്നെയാണ് എന്ന് കരുതി തിളച്ച് ചൂടുവെള്ളത്തിലല്ല, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതൊക്കെ ഒരു മിത്താണെന്നാണ് തോന്നുന്നത്. പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യുമായിരുന്നു, അതിൻ്റെ ഗുണം ഉണ്ടായിരിക്കാം അന്നത്തെ ആൾക്കാർക്ക്, എനിക്കറിയില്ല. ഇതും തിളച്ച വെള്ളം തന്നെയാണ്, പക്ഷെ ഭയങ്കര തിളച്ച വെള്ളമൊന്നുമല്ല, ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മീഡിയം ചൂടിലുള്ള വെള്ളമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ തലയിൽ നന്നായിട്ട് എണ്ണ വയ്ക്കുമായിരുന്നു. അപ്പം ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നത് തലയിൽ എണ്ണ വെക്കണം. ഇപ്പോഴും നല്ല എണ്ണയുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഞാൻ ആഴ്ചയിലൊന്നൊക്കെ എണ്ണ വെക്കുള്ളൂ. തലയിൽ എണ്ണ വയ്ക്കുമ്പോൾ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന് അത് ഈസി ആയിരിക്കും എന്നൊക്കെയാണ്, ബ്രസ്റ്റ് മിൽക്ക് കൂടുതൽ ഉണ്ടാവാനൊക്കെ നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും എനിക്കറിയില്ല, അതിൻ്റെ ലോജിക്കൊന്നും എനിക്കറിയില്ല. അപ്പോൾ പക്ഷേ തലയ്ക്ക് നല്ല സുഖമാണ്. തലയൊക്കെ തണുത്ത വെള്ളത്തിൽ തന്നെയാണ് കുളിക്കാറുള്ളത്. പിന്നെ 15 days കഴിഞ്ഞപ്പം കുറച്ചുകൂടെ നമ്മൾ ഈ സ്റ്റിച്ചുള്ള ഭാഗമൊക്കെ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകി, അതിന് മുമ്പ് തന്നെ മരുന്നൊക്കെ വെക്കും കേട്ടോ. ഒപ്പിയെടുത്തിട്ട് മരുന്നൊക്കെ വെക്കാറുണ്ടായിരുന്നു. സ്റ്റിച്ചൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഉണങ്ങി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സി സെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ളൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, നിങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഒരു 15 days ഒക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഈ വേദുകുളി അതിന് മുമ്പേ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നാൽപ്പാമരം, പ്ലാവില, അങ്ങനെ എന്താണ്ടൊക്കെ ഇലകളൊക്കെ ഇട്ടിട്ടാണ് ഈ കുളി. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 15 days കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ഞൾ സംഭവങ്ങളൊക്കെ, രക്തചന്ദനം, മഞ്ഞൾ ഇതൊക്കെ അരച്ചിട്ട് തേച്ച് ഇരിക്കുക, കുറച്ച് നേരം കഴിയുമ്പോൾ കുളിക്കുക, അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് കഷായം കുടിക്കണമല്ലോ. നമ്മൾ പുറത്ത് മാത്രമല്ല അകത്തേക്കും കഴിക്കണമല്ലോ ഈ നാട്ടുമരുന്നുകളൊക്കെ. പക്ഷെ അതൊന്നും ഇപ്പം ഡോക്ടേഴ്സ് പൊതുവെ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല കേട്ടോ. പണ്ടത്തെ പോലെ ഒന്നും ഒരുപാട് ലേഹ്യങ്ങളും ഒരുപാട് കഷായങ്ങളും കുടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞും തോന്നുന്നു. ഈവൻ എന്ത് ഡെലിവറി ആണെങ്കിലും ഡോക്ടേഴ്സ് ഇതൊന്നും അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നാട്ടിൽ ഉള്ള ഈ പഴയ ആൾക്കാർ, ചേച്ചിമാർ, അതുപോലെ ആൻറ്റിമാരൊക്കെ വീട്ടിൽ നിങ്ങൾ നോക്കാൻ വരികയാണെങ്കിൽ അവരിതൊക്കെ നിർബന്ധം പറയും. എസ്പെഷ്യലി പഴയ ജനറേഷനുള്ള ആൾക്കാർ. ഒരു പക്ഷേ അവർക്കത് ഹെൽപ്ഫുൾ ആയതുകൊണ്ടായിരിക്കാം അവരത് ഫോളോ ചെയ്ത് വരുന്നത്. അപ്പം നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ ഒരു സിറ്റുവേഷനൊക്കെ അനുസരിച്ച് നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. എനിക്ക് അങ്ങനെ നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന അങ്ങനെ ആരും തന്നെ ഇല്ലായിരുന്നു, ലക്കിലി. അപ്പോൾ പിന്നെ ഒരു കഷായം, 2-3 കഷായത്തിനുള്ള ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കഷായം നാടി കഷായം എന്ന് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, അതൊരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് 2-3 ദിവസം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചിട്ട് അത്രയും കയ്പ്പായിരുന്നു കേട്ടോ, സഹിക്കാൻ പറ്റാത്ത കയ്പ്പായിരുന്നു. കഷായം എന്ന് പറയുമ്പോൾ അതായിരിക്കുമല്ലോ. വളരെ കഷ്ടിച്ച് 2-3 ഗ്ലാസ്സൊക്കെ കുടിക്കും. എന്നുവെച്ചാൽ ഡെയിലി 2 ഗ്ലാസ് കുടിക്കണം എന്നൊക്കെയാണ് പറയണേ. അപ്പം ഒരു ഡേ തന്നെ വലിയൊരു ഗ്ലാസ്സിൽ കൊണ്ടുതരും. ഞാനത് വളരെ കഷ്ടപ്പെട്ട് പകുതിയൊക്കെ കുടിച്ച് പകുതി ഞാൻ കളയുമായിരുന്നു, ടു ബി ഫ്രാങ്ക്. അപ്പോൾ പിന്നെ അത് 2-3-4 ദിവസം കുടിച്ചപ്പോഴത്തേക്ക്, 3-4 അല്ല, ഒരു 5-6 ദിവസം കുടിച്ചു എങ്ങനെയൊക്കെയോ. അപ്പോഴത്തേക്ക് കൊച്ചിന് ചെറിയ ലൂസ് മോഷൻ പോലെ വന്നു. ഉടനെ അമ്മ ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞു നാടി കഷായം കുടിക്കുന്നുണ്ടോ, അത് സ്റ്റോപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ അമ്മ മെഡിക്കൽ അലോപ്പതി ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ അമ്മ അതിന് ഇങ്ങനത്തെ കാര്യത്തിനൊന്നും അമ്മ കമ്പൽ ചെയ്യില്ല. പക്ഷെ നിങ്ങളത് കുടിച്ചാൽ നല്ലതാണ്, അകത്തുള്ള മുറിവ് ഉണങ്ങാനൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നു. എനിക്കറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ കഷായങ്ങളും ഈ ലേഹ്യങ്ങളും ഒക്കെ കുടിക്കണം എന്ന് പറയുന്ന ഒരു
ജനറേഷനിൽ നിന്ന് അല്ല, നിങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡോക്ടർ തരുന്ന മെഡിസിൻസ് മതി, കംപ്ലീറ്റ് ഇങ്ങനെ മലർന്ന് കിടക്കേണ്ട, റെസ്റ്റ് എടുക്കേണ്ട, അങ്ങനത്തെ നിങ്ങൾ അത്യാവശ്യം നടക്കണം എന്നൊക്കെ പറയുന്ന ഡോക്ടേഴ്സ് തന്നെ പറയുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതാണ് നല്ലത് എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാൻ എനിക്കറിയില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ കഷായം അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു, പിന്നെ വേറെ ഒന്നും റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ബെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മലർന്ന് കിടക്കണം എന്നാണ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലാണ് ഞാൻ കിടക്കുന്നത്. അതുകൊണ്ട് ഇനി ഭാവിയിൽ എന്തെങ്കിലും ബാക്ക് പെയിൻ പോലെയുള്ള കാര്യങ്ങൾ വരുമെന്ന് അറിയില്ല. ബിക്കോസ് ഈ അനസ്തേഷ്യ അതുപോലെ ഈ നട്ടലിൽ വെക്കുന്ന മരുന്നുണ്ടല്ലോ, പക്ഷെ ഞാൻ പഠിച്ചെടുത്തോളം അതുകൊണ്ട് ബാക്ക് പെയിൻ ഒന്നും വരില്ല. ബാക്ക് പെയിൻ വരുന്നത് നമ്മുടെ പോസ്റ്റർ പ്രശ്നങ്ങളും നമ്മൾ ഇരിക്കുമ്പോൾ ഭയങ്കര കൂഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒക്കെയാണെന്നാണ് പറയുന്നത്. ഞാനും ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്നുമല്ല ഇരിക്കുന്നത്, എനിക്കിങ്ങനെ ഇരിക്കുന്നതാണ് കംഫർട്ടബിൾ, അതുകൊണ്ടാണ് കേട്ടോ എന്നൊക്കെയാണ് പൊതുവേ പറയാറ്. അല്ലാതെ അനസ്തേഷ്യ എടുത്തതുകൊണ്ട് അങ്ങനെ ബാക്ക് പെയിൻ വരുന്നില്ല എന്ന് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിരിക്കുന്ന പോസ്റ്ററൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ നമുക്കതൊക്കെ മാറ്റാൻ പറ്റും എന്ന് പറയുന്നു. പിന്നെ വയറ് കെട്ടുന്ന പരിപാടി എനിക്ക് അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് ഈവൺ ആഫ്റ്റർ ഡെലിവറി ആണെങ്കിലും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വയറൊന്നും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലക്കി ഫാക്ടറാണെന്ന് തോന്നുന്നു. കാരണം പ്രഗ്നൻസിക്ക് സമയത്ത് ഞാൻ കുറച്ച് അത് ടെൻഷൻ അടിച്ചിരുന്നു, വയറില്ലല്ലോ എന്ന്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നന്നായി തോന്നുന്നു. കാരണം കൊച്ചിന് ഹെൽത്തി വെയിറ്റ് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട്. പിന്നെ നമുക്ക് ഇത്രയും വലിയ വയറ് അത് കുറയ്ക്കാൻ നമ്മൾ പാടുപെടണമല്ലോ. അപ്പോൾ വയറ് കെട്ടുന്ന പരിപാടിയൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇതുവരെയുള്ള ഒരു പോസ്റ്റ് നേറ്റൽ കെയർ എന്ന് പറയുന്നത്. പിന്നെ ഫുഡിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഫുഡിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും പറയുന്നത് നമ്മൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കണം എന്നാണ്. അതും ഒരു ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടു. അതായത് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് മിൽക്ക് സപ്ലൈ ഉണ്ടാവൂ, അങ്ങനെയില്ല. നാച്ചുറലി നമുക്ക് കൊച്ച് സക്ക് ചെയ്ത് കുടിക്കുമ്പോൾ നമുക്ക് മിൽക്ക് സപ്ലൈ ഉണ്ടാവും. പിന്നെ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് കുറച്ചുകൂടെ നല്ലതാക്കാൻ വേണ്ടി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് ഇപ്പോൾ കഷായം കഴിച്ചു കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ എങ്ങനെ ലൂസ് മോഷൻ ഉണ്ടാവുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് സ്വാഭാവികമായിട്ടും നമ്മുടെ കുഞ്ഞിലേക്ക് എത്തുന്ന മിൽക്കിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. ഞാൻ അതുപോലെ 6 നേരം കഴിക്കണം, 7 നേരം കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ 3 നേരമാണ് ഫുഡ് കഴിക്കാറുള്ളത്. കഴിക്കുമ്പോൾ നന്നായിട്ട് കഴിക്കും. പിന്നെ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വിശപ്പ്, ഈ ഫീഡ് ചെയ്യുമ്പോൾ ഭയങ്കര വിശപ്പ് വരും എന്നൊക്കെ പറയണം. എനിക്ക് അങ്ങനെയുള്ളതും ഇല്ല. എനിക്ക് ആകെയുള്ളൊരു ബുദ്ധിമുട്ടല്ല, എനിക്ക് തോന്നുന്നത് ഭയങ്കര ദാഹമാണ്. ഭയങ്കര ദാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് വെള്ളം. പ്രഗ്നൻസി ടൈമിൽ പോലും ഞാൻ അത്ര വെള്ളം കുടിച്ചിട്ടില്ല, അത്രയും വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആകെ ചെയ്യുന്നൊരു കാര്യം. പിന്നെ രാവിലെ എഗ്ഗ് കഴിക്കുന്നുണ്ട്, പാലും കഴിക്കുന്നുണ്ട്. അത് മാത്രമേ ഞാനൊരു ഹെൽത്തി ഫുഡായിട്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ലേഹ്യങ്ങളോ കഷായങ്ങളോ മറ്റുള്ള മരുന്നുകൾ, ഉലുവ എന്താണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി അത് കഴിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ബ്രസ്റ്റ് മിൽക്കിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിക്കുന്നു. അത് അപ്പോഴത്തെ സിറ്റുവേഷൻ പോലെ ചെയ്യാം. ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് ഇതാണ് എൻ്റെ സിറ്റുവേഷൻ. വെള്ളം ധാരാളം കുടിക്കും, പിന്നെ മുട്ട, പാല് ഇത് കഴിക്കും. ഇതാണ്. അല്ലാതെ ചോറ് കറികൾ, സാധാരണ ചോറും കറികളുമാണ് ഞാൻ കഴിക്കാറുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് ഇതിനായിട്ട് വേറെ ഒന്നും തന്നെ കഴിക്കുന്നില്ല ഇപ്പം കേട്ടോ. ഇപ്പം എന്ന് പറയുമ്പം ഇന്ന് 20 days ആവുന്നേ ഉള്ളൂ ഡെലിവറി കഴിഞ്ഞിട്ട്. ഇനി സമയമുണ്ട്. ഇത് കഴിയുമ്പോൾ ഇതിനനുസരിച്ച് എന്തെങ്കിലും അപ്ഡേഷൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഏതെങ്കിലും വീഡിയോക്കകത്ത് കേട്ടോ. അപ്പം ഇത്രയാണ് എൻ്റെ ഒരു പ്രഗ്നൻസി കെയറും പോസ്റ്റ് നാറ്റൽ കെയറും. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിലോട്ട് കിടക്കാം, പോസ്റ്റ് പാർട്ടം. ഓക്കെ, അപ്പോൾ ഞാൻ ചിലപ്പം ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് പാർട്ടത്തിനെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ ആയിരിക്കും പോസ്റ്റ് ചെയ്യുക.